Dear friends, welcome to Learn English Grammar with Madhav Marsh. ഞാൻ ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ ഇന്നേക്ക് ഒരു 8 ദിവസങ്ങളായി. ഇന്ന് വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത് സബോർഡിനേറ്റ് ക്ലോസുകളും സബോർഡിനേറ്റ് കൺജങ്ഷൻസും കോർഡിനേറ്റീവ് കൺജങ്ഷൻസും കോറിലേറ്റീവ് കൺജങ്ഷൻസും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സബോർഡിനേറ്റീവ് കൺജങ്ഷനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് സബോർഡിനേറ്റ് കൺജങ്ഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് ചില സബോർഡിനേറ്റ് കൺജങ്ഷൻസ് കൊണ്ട് എങ്ങനെയാണ് രണ്ട് വാചകങ്ങളെ കൂട്ടിയോജിപ്പിക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അത് സബോർഡിനേറ്റ് ക്ലോസിനെയും മെയിൻ ക്ലോസിനെയാണ് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് കഴിഞ്ഞ് വരുന്ന ക്ലോസ്, സബോർഡിനേറ്റീവ് കൺജങ്ഷൻ കഴിഞ്ഞ് വരുന്ന ക്ലോസ് സബോർഡിനേറ്റീവ് ക്ലോസ് ആയിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ഓർ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് രണ്ട് തരത്തിൽ പറയുന്നത്. അതായത് ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്ത ക്ലോസ്. മറ്റത് മെയിൻ ക്ലോസ്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഒരു മെയിൻ ക്ലോസിനെയും ഒരു സബോർഡിനേറ്റ് ക്ലോസിനെയും കൂട്ടിച്ചേർക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈ സബോർഡിനേറ്റീവ് കൺജങ്ഷൻ കഴിഞ്ഞ് വരുന്ന ക്ലോസ് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും, മെയിൻ ക്ലോസ് ആയിരിക്കില്ല. പക്ഷേ അതിന് തൊട്ട് മുമ്പോ അങ്ങേപ്പുറത്തോ ഉള്ളത് മെയിൻ ക്ലോസ് ആയിരിക്കും. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസിനെ കുറിച്ച് മനസ്സിലായി നിങ്ങൾക്ക്, സബോർഡിനേറ്റ് കൺജങ്ഷനെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ സബോർഡിനേറ്റ് കൺജങ്ഷൻ ഒരു 8 സബോർഡിനേറ്റ് കൺജങ്ഷനെ കുറിച്ച് ഞാനിവിടെ പറയുന്നുണ്ട്. അത് ഓരോന്നായിട്ട് ഇന്ന് പറഞ്ഞു തരാം. ഇതാ ഒന്ന്, ദ ഷവർ വാസ് ഓവർ, മഴ നിന്നു. ദ സൺ ഷോൺ ഔട്ട് അഗെയിൻ, സൂര്യൻ വീണ്ടും ഉദിച്ചുയർന്നു. ആഫ്റ്റർ എന്നുള്ള ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചിട്ട് നമ്മളിതിനെ യോജിപ്പിക്കുകയാണ്. എങ്ങനെയാണ് എഴുതുക? ആഫ്റ്റർ ദ ഷവർ വാസ് ഓവർ ദ സൺ ഷോൺ ഔട്ട് അഗെയിൻ. ഇത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കുക. സെക്കൻഡ് വൺ, ഹി വാസ് നോട്ട് ദർ, അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഐ സ്പോക്ക് ടു ഹിസ് ബ്രദർ, ഞാൻ അവൻ്റെ സഹോദരനോട് സംസാരിച്ചു. ആസ് എന്ന് പറഞ്ഞ അർത്ഥം ഇവിടെ ആയതുകൊണ്ടെന്നാണ് അർത്ഥം, പോലെ എന്ന് അർത്ഥമുണ്ട്, പക്ഷെ ഇവിടെ ആയതുകൊണ്ടെന്നുള്ളതാണ് പറയാം. അപ്പോൾ ആസ് ഹി വാസ് നോട്ട് ദർ ഐ സ്പോക്ക് ടു ഹിസ് ബ്രദർ, അവൻ അവിടെ ഇല്ലാത്തിരുന്നത് കൊണ്ട് ഞാൻ അവൻ്റെ സഹോദരനോട് സംസാരിച്ചു. ഇതാണ് ആസ് തൊട്ട് ഇതുവരെയുള്ളത് സബോർഡിനേറ്റ്, ഇത് സബോർഡിനേറ്റ് കൺജങ്ഷൻ, ഇതുവരെയുള്ളത് സബോർഡിനേറ്റ് ക്ലോസ്, ഇത് മെയിൻ ക്ലോസ്. അതുപോലെ ഈ വാസ് നോട്ട് ദർ എന്ന് പറഞ്ഞ പോലെ അത് പറഞ്ഞു. അതുപോലെ ആഫ്റ്റർ ദ ഷവർ വാസ് ഓവർ, ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ദ സൺ ഷോൺ ഔട്ട് അഗെയിൻ എന്നുള്ളത് മെയിൻ ക്ലോസ് ആണ്. ഇതിലൊക്കെ ഈ സബോർഡിനേറ്റ് ക്ലോസുകളൊക്കെ ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം, പേഴ്സൺ, പ്ലേസ്, കമ്പാരിസൺ, കൺസെഷൻ, റീസൺ, കണ്ടീഷൻ, അങ്ങനെ വിവിധ തരങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ആഡ്വർബ് ക്ലോസ് ഓഫ് റീസൺ ആണ്, ഇത് ആഡ്വർബ് ക്ലോസ് ഓഫ് ടൈം ആണ്. അത് പിന്നെ പഠിക്കാം. ഹി റാൻ അവേ, ഹി വാസ് അഫ്രൈഡ്, അവൻ ഓടിപ്പോയി, അവൻ ഭയന്നിരുന്നു. ബിക്കോസ് എന്നുള്ള കൺജങ്ഷൻ വെച്ചിട്ട് എഴുതുക. ബിക്കോസ് എപ്പോഴും ഒരു സബോർഡിനേറ്റീവ് കൺജങ്ഷനാണ്. അപ്പോൾ ഈ റാൻ അവേ ബിക്കോസ് ഹി വാസ് അഫ്രൈഡ്, ഇത് നിങ്ങൾ വീണ്ടും എഴുതി പഠിക്കണം. അപ്പോൾ ബിക്കോസ് എന്ന് വെച്ചിട്ടുള്ള കൺജങ്ഷൻ കൊണ്ട് വേറൊരു വാചകത്തിനെ കൂട്ടി എഴുതിക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അടുത്തത് വർക്ക് ഹാർഡ് യു വിൽ പാസ്, കഠിനമായി അധ്വാനിക്കുക. നമ്മളവിടെ യു എന്നുണ്ട്, യു വർക്ക് ഹാർഡ്. അപ്പോൾ സാധാരണ കൽപ്പന, ആജ്ഞ, അപേക്ഷകളിൽ സബ്ജക്റ്റ് ആദ്യം ഉപയോഗിക്കാറില്ല, അതവിടെ ഉണ്ടാവും. യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, അത് ഈഫ് എങ്കിൽ എന്നുള്ള കൺജങ്ഷൻ കൊണ്ട് ഉപയോഗിക്കുക. ഇത് ആഡ്വർബ് ക്ലോസ് ഓഫ് കണ്ടീഷനാണ് വരിക. ഇഫ് യു വർക്ക് ഹാർഡ്, യു എന്ന് ഇവിടെ ചേർക്കണം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്, ഒറ്റ വാചകമായി മാറും, ഫുൾ സ്റ്റോപ്പ് വേണ്ട. അതാണ് ആഡ്വർബ് ക്ലോസ്. ഇത് ഈഫിനെ 3 കണ്ടീഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ പിന്നെ പറയാം. പോസിബിൾ, പ്രോബബിൾ ആൻഡ് ഇമ്പോസിബിൾ, അങ്ങനെ 3 എണ്ണം ഉണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അപ്പോൾ യു എങ്ങനെ വന്നു എന്ന് നിങ്ങൾ തോന്നും, അതിവിടെ ഉണ്ട്. യു വർക്ക് ഹാർഡ് എന്നാണ്. വർക്ക് ഹാർഡ്, ഗോ, ഗെറ്റ് ഔട്ട് എന്ന് അർത്ഥം യു ഗെറ്റ് ഔട്ട് എന്നില്ല. അതുപോലെ 5, ഹി വിൽ നോട്ട് പേ, അവൻ തരില്ല. യു കമ്പൽ ഹിം, നീ നിർബന്ധിച്ചോ. അൺലെസ് എന്ന് പറഞ്ഞാൽ അല്ലാത്ത പക്ഷം. അപ്പോൾ അൺലെസ് യു കമ്പൽ ഹിം എന്ന് എഴുതാം. ആദ്യം വേണമെങ്കിൽ എഴുതാം അൺലെസ് യു കമ്പൽ ഹിം ഹി വിൽ നോട്ട് പേ, അല്ലെങ്കിൽ ഹി വിൽ നോട്ട് പേ അൺലെസ് യു കമ്പൽ ഹിം. രണ്ട് എഴുതിയാലും ശരിയാണ്, ഒരു തെറ്റുമില്ല ഇതിൽ. അപ്പോൾ അൺലെസ് യു കമ്പൽ ഹിം ഹി വിൽ നോട്ട് പേ എന്ന് എഴുതാം. അതർവൈസ് യു കമ്പൽ ഹിം അൺലെസ് യു കമ്പൽ ഹിം ഹി വിൽ നോട്ട് പേ എന്നും എഴുതാം. അൺലെസ് യു കമ്പൽ ഹിം ഹി വിൽ നോട്ട് പേ. അടുത്തത് ഐ വാസ് യങ്, ഞാൻ കുറച്ചുകൂടി ചെറുപ്പമായിരുന്നു. ദെൻ ഐ തോട്ട് സോ, അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ വെൻ എന്ന് വെച്ചിട്ട് എഴുതണം.
വെൻ ഐ വാസ് യങ്ങർ ദെൻ വേണ്ട പിന്നെ ഐ തോട്ട് സോ. വെൻ ഐ വാസ് യങ്ങർ ഐ തോട്ട് സോ. അടുത്തത് ടെൽ ദം എന്ന് പറഞ്ഞാൽ യു ടെൽ ദം. ഐ വിൽ കം. നീ അവരോട് പറയും ഞാൻ വരുമെന്ന്. ടെൽ ദം ദാറ്റ് ഐ വിൽ കം. യു ടെൽ ദം ദാറ്റ്, യു എന്ന് പറയണമെന്നില്ല, യു ടെൽ ദം ദാറ്റ് ഐ വിൽ കം. അടുത്തത് ടെൽ ദം ദാറ്റ് ഐ വിൽ കം. ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഓൾ ഹാപ്പൻ. എനിക്ക് മനസ്സിലാവണില്ല, അതൊക്കെ സംഭവിച്ചു പോയി. അപ്പോൾ ഹൗ വെച്ചെങ്കിൽ ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഓൾ ഹാപ്പൻഡ്. ഹൗ ഇറ്റ് ഓൾ ഹാപ്പൻഡ്. ഇത് നിങ്ങൾ ഇതുപോലെയുള്ള ഈ 8 വാചകങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് എഴുതി വയ്ക്കുക. റിപ്പീറ്റഡായിട്ട് എഴുതുക. അങ്ങനെ ഈ പറയുന്ന കൺജങ്ഷൻസ് നിങ്ങൾക്ക് ബൈഹാർട്ട് എഴുതാൻ പറ്റും. ഇനിയുള്ള അവസരങ്ങൾ കാണുമ്പോൾ അതെടുത്ത് എഴുതാൻ പറ്റും. ഇതൊക്കെ ഞാൻ പറഞ്ഞു സബോർഡിനേറ്റീവ് കൺജങ്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ സബോർഡിനേറ്റ് ക്ലോസുകളാണ് ഉണ്ടാവുക. സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാകുമ്പോൾ വാചകം എപ്പോഴും കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ടുള്ള, ഒരു മെയിൻ ക്ലോസ് ഇല്ലാണ്ട് വാചകമില്ലല്ലോ. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടാവും. അതുകൊണ്ട് ഇതെല്ലാതും കോംപ്ലക്സ് സെൻറ്റൻസുകളാണ്. ഇത്രയും കാര്യം മാത്രമേ ഞാൻ ഇന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ നല്ലപോലെ ഇത് എഴുതി പഠിക്കുക. എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. താങ്ക് യു.